100 അല്ല 1000 അല്ല 10000 വട്ടം ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരുടെ ബെഞ്ചുമ കൊട്ടിങ്ങാണ്ട് എത്ര ആൾക്കാർ ഒരാളെന്നെങ്കിൽ ഒരു ദിവസം ഒരു പ്രതിഷേധ മാർച്ച് ഏതെങ്കിലും മണ്ഡലത്തിൽ നടത്തിയത് നിങ്ങളൊക്കെ മീഡിയ വണ്ണും ഇതിൻ്റെ ആൾക്കാരും ചാനലാരണോ അതിൽക്കോൽക്ക് ധൈര്യമല്ല. അൻവറിനെ കൊണ്ട് പോത്തിനോട് വായട്ടിച്ചറിയണല്ലോ പണ്ട് കാരണന്മാർ. പിന്നെ അവസാന നിമിഷം അയാളെ നമ്മൾ പറയൽ നാടൻ ഭാഷയിൽ വണ്ടി കയറ്റിക്കാണ്ട് വരാ വാതിൽ തുറന്ന്. പിന്നെ ഇപ്പം നാളൊരു നേതാവ് DICൻ്റെ മുൻകാല നേതാവ് K മുരളീധരൻ പറയാണ് അവിടെ യുദ്ധം നടന്ന് അതുകൊണ്ട് മുരളീധരൻ സാറ് പറയാണ് അവിടെ യുദ്ധം നടന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് ഇവലൊക്കെ അല്ല ഇപ്പോൾ യുദ്ധത്തിന് നടക്കുന്നത് പാകിസ്ഥാനിലും ഇവിടെയൊക്കെ ഇവരല്ല മിസൈലുണ്ട് പറയുന്നുണ്ടാൽ. പിന്നെ പിന്നെ കാലാവസ്ഥ അങ്ങോട്ടായി ഈ ചർച്ചയ്ക്ക് 1/2 മണിക്കൂർ മതി. ഇടുക്കുകയാണെങ്കിൽ ഇടുക്കുക ഇല്ലെങ്കിൽ ഇടുക്കില്ല എന്ന് പറയാല്ല. ഈ കേരളത്തിലെ ഒരു കോൺഗ്രസിനും ചെന്നിത്തലക്കില്ല, VD സതീശനില്ല, അതിൽപ്പെട്ട ഒരാൾക്കും തൻ്റെ ഇടത്തോടു കൂടി അൻവറിനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാനുള്ളൊരു ധൈര്യം അങ്ങനത്തെ ഒരു കോൺഗ്രസ് കുടുംബത്തിലും അവർ ജനിച്ചിട്ടില്ല. 1000 വട്ടം ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് പറഞ്ഞൂടാ? PV അൻവർ എന്ന വ്യക്തിനെ ഞങ്ങൾക്ക് വേണ്ട കോൺഗ്രസ്ക്ക്. ലീഗ് പറയില്ല, കാരണം ഓല പാർട്ടീൻ്റെ സെറ്റപ്പ് നോക്കുള്ളൂ. ഇയാളെ വെച്ചുകൊണ്ട് മുതലെടുക്കാൻ നോക്കി അൻവറാക്ക് അത് ചതിയാണ്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഓരോ സിൻഡിക്കേറ്റായിട്ട് നമ്മളൊരു ചെങ്ങല കൊളുത്തിട്ട് കാണണ്ടോ? ഒരു ട്രാക്ടർ പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ പിന്നെ ചെങ്ങലിട്ട് കൊളുത്തിട്ട് കാണണ്ടോ? ഒരു സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അയാൾ വഴി മാറടാ മുണ്ടക്കൽ ശേഖരാറിനാണ്ട് പോകും. അയാളാണ് ഹീറോ. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ടോപ്പ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് 30,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചിരിക്കും. 2016 അൻവർക്ക ആദ്യമായിട്ട് ഇവിടെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് നിന്നത്. അന്ന് 11,000 ചിലാം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു 2016. വീണ്ടും 2021 അദ്ദേഹം വിദേശത്ത് പോയി. അയാൾക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൗത്ത് ആഫ്രിക്കയിലെവിടെ പോയി കണ്ട് അവിടെ നിൽക്കേനി. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ അൻവർക്ക വരണം, ഈ നിലമ്പൂർ മണ്ഡലം ഞമ്മക്കെന്നെ പിടിക്കണം. അൻവർ ഒഴികെ ഈ കേരളത്തിൽ ആര് നിന്നാൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലം ഒരിക്കലും കിട്ടാൻ പോലുള്ള CPM-ന് ഇടതുപക്ഷത്തിന്. ഇപ്പോൾ അവസാന നിമിഷത്തിൽ ഈ അൻവറാക്കാനപ്പോൾ നമ്മളെ പോലത്തോലാണ് നിർത്തിയത്. ഈ ഇലക്ഷന് പിന്നെ എന്താ സ്ഥാനാർത്ഥിക്ക് പൈസ കെട്ടാൻ വണ്ടിക്ക് എണ്ണയ്ക്ക് എല്ലാം ഞങ്ങൾ ആരും സഹായിക്കണില്ല. ഇതൊരു ഒറ്റയാൻ പോരാട്ടമാണ്. ഇത് ജനങ്ങൾക്ക് മൂപ്പര് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 6 മാസം മുന്നേ കഴിഞ്ഞ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഈ പോക്ക് ശരിയല്ല മൂപ്പര് ചൂണ്ടിക്കാട്ടി. മൂപ്പര് പറഞ്ഞു മുഖ്യമന്ത്രി നമ്മുടെ സൂര്യ അസ്തമിക്കുകയാണ്. അതൊന്നും മൂപ്പര് ചെവി കൊണ്ടില്ല. മൂപ്പരെ തോളിലിരുന്നിട്ട് അതിൻ്റെ താഴെയുള്ള ആൾക്കാരൊക്കെ ഈ പോലീസ് മേധാവികൾ നമ്മൾ ഒരു റോട്ടിലേക്ക് ഇറങ്ങിയാൽ നമ്മളൊരു മീൻകടയ്ക്ക് പോയേക്കാരം വീട്ടിൽ നിന്ന് ഒരു 10-1/2 കിലോമീറ്റർ പോകുമ്പോഴത്തേന് ബലുണ്ടാവും ഒളിഞ്ഞ് നിൽക്കണേ. പബ്ലിക്കിൽ നിൽക്കട്ടെ, അല്ലെ PSC നാളെ വിട്ടെ 24 മണിക്കൂർ ഒരു പോലീസുകാരൻ ഹെൽമെറ്റ് വെച്ച് നോക്കട്ടെ. ഈ ആൾക്കാരെ തലൻ്റെ സ്നേഹം കൊണ്ടൊന്നല്ല, എങ്ങനെയെങ്കിലും 550 അടിക്കാം 500 അടിക്കാണ്ടോ അതിന് പലതും എല്ലാം എനിക്കനുഭവമുണ്ട്. നമ്മൾ ബുക്ക്, പേപ്പർ, ഇൻഷൂർ, ഡ്രൈവിങ്ങിൽ എല്ലാം ഹാജരാക്കിയിട്ട് ലാസ്റ്റ് അവർ പറയാം ഈ 3 റുപ്യേൻ്റെ ഒരു ആക്റ്റീവ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ലാസ്റ്റ് പുക പരിശോധിച്ചിട്ടില്ല, പുകൻ്റെ അതില്ല, തെറ്റിക്കാണും. ഒരു ഇതിലങ്ങനെ ഉണ്ട്, ഫൈനിട്ടു, നമ്മളടച്ചു. ഇവിടെ 10, 12, 20 വീലിലെ വണ്ടി പോകുന്നുണ്ട്. ഡീസലാണോ മണ്ണെണ്ണയാണോ ഇഞ്ചൻ പണി എടുത്തണോ ഒരു പുക പരിശോധനയില്ല. KSRTC ഓടുന്നുണ്ട്, ഡ്രൈവർ ഫോൺ ചെയ്ത് പോകുന്നുണ്ട്, ഫൈനില്ല, ബ്രേക്കില്ല, ബെല്ലില്ല. എത്ര KSRTC യുവാക്കളെ നെഞ്ഞത്ത് കൂടെ കയറി പണി കഴിച്ചിട്ട് എൻ്റെ നാട്ടിൽ തന്നെ അടുത്ത സ്ഥലത്ത് നിന്ന് കോഴിക്കോട് വെച്ചിട്ട് ഒരു ലക്കും ലഗാനുമില്ലാത്ത പോക്കാണ്. അതിനൊക്കെ ഒരു നിയന്ത്രണം ഈ ഗവൺമെൻറ് കൊണ്ടുവരില്ല. KSRTCൻ്റെ ഈ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കുറേ ഡയലോഗ് പറയാമെന്നല്ലാതെ ഒന്നും പ്രാബല്യത്തിലാക്കണില്ല. സാധാരണക്കാരനിവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭരണ കാലഘട്ടത്തിൽ, ഉറപ്പാണ്. ഇതിൻ്റെ മുന്നിവിടെ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്, അഭിപ്രായക്കേട് ഉണ്ടായില്ല. ഇവരെല്ലാം ശരിയാക്കി തരാം, എല്ലാവരെയും ശരിയാക്കി കഴുത്തിന് പിടിച്ചു. നികുതി വർധനവ്, നമ്മുടെ ഭൂമിൻ്റെ, നമ്മുടെ വാഹനത്തിൻ്റെ, നമ്മുടെ വീടിൻ്റെ, കോഴിക്കോട് മുതൽ ചെല്ലം ഈ ശ്വസിക്കണ വായുവിന് ദൈവത്തിൻ്റെ ആയതുകൊണ്ട് ഈ ആകാശഭൂമികളെല്ലാം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതുകൊണ്ട് അതിനൊരു ടാക്സ് എടുക്കാൻ പിണറായിക്ക് കഴിയുകയാണെങ്കിൽ പിണറായി അതും കൊണ്ടുപോകും. നമ്മൾ ഓക്സിജൻ സിലിണ്ടർ ഊരമ്മൽ വെച്ചിട്ട് പൈപ്പിട്ട് പോകേണ്ട ഒരു കാലം വൈകാതെ നമുക്ക് വരും, ഉറപ്പാണ്. PV അൻവർ എന്നുള്ള പോരാളി ഇന്ന് ഒന്നാമനായിട്ട് ഇവിടെ തുടരുകയാണ്. ഒന്നാമനായിട്ട് കഴിഞ്ഞ ദിവസത്തെ പര്യടനത്തിന് ശേഷം UDF-ഉം LDF-ഉം ആകെ ഞെട്ടിയിരിക്കുകയാണ്. ആ പര്യടനത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ മൊത്തം ഇളകി. ഇവിടെയുള്ള മൊത്തം ആൾക്കാർ, നിലമ്പൂർ നിവാസികൾ മൊത്തം അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികളൊക്കെ വേണ്ടിയുള്ള എല്ലാവരും ഒരുമിച്ചിറങ്ങി. അതല്ല, ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.
ഈരാറ്റുപേട്ടക്കാരാണ് ഞങ്ങൾ. ഇവിടെ ഉള്ള എല്ലാവരോടും ചോദിച്ചപ്പോഴും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. നിങ്ങൾ അൻവറാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അൻവർ എല്ലായിടത്തും പ്രതികരിക്കാൻ ഉഷാറാണ്. എല്ലായിടത്തും അൻവർ ഏത് കാര്യത്തിലും അൻവർ പ്രതിഷേധിക്കാൻ ഉഷാറാണ്. ചേട്ടനും അൻവർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പാർട്ടിക്കല്ല വോട്ട് ചെയ്യുന്നത്, വ്യക്തിക്കാണ്. ഇതിൽ വ്യക്തിയൊക്കെയാണ്. അൻവർ പറഞ്ഞാൽ നമുക്ക് എവിടെ പോയി എന്ത് പ്രശ്നം പറഞ്ഞാലും അത് ഏത് തരത്തിലാണെങ്കിലും മൂപ്പര് മൂപ്പര് സോൾവ് ചെയ്ത് അല്ല അത് വേണ്ട വിധത്തിൽ ചെയ്യും. അൻവറിനെ ഞങ്ങളെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ അൻവറിനോട് ബാക്കിയുള്ള മുന്നണികൾ ചെയ്തത് ചതിയാണോ അതോ അൻവറാണോ ബാക്കിയുള്ള മുന്നണികളെ ചതിച്ചത്? അതിനെ പറ്റി എന്താ വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. അത് ഓൽക്കമ്മില് അതിന്റെ കാര്യങ്ങൾ അറിയുള്ളൂ. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷത്ത് നിന്നില്ലെങ്കിലും അൻവർ ജയിക്കും എന്നാ പറയുന്നത്. ഞാൻ ഒരു ഉറച്ച പാർട്ടിക്കാരനല്ല. പക്ഷെ നമ്മള് കാഴ്ചയിൽ അൻവറാണ് എല്ലായിടത്തും പ്രതികരിക്കാനും ഇതിനൊക്കെ ഉഷാറ്. അൻവറിന്റെ ഒരു തന്റെ ഇടത്തിനാണ് വോട്ട് കൊടുക്കുന്നത്. അതെ, അൻവറിന് വോട്ട്. ഓക്കെ, തീർച്ചയായിട്ടും അൻവറിനാണ്.